ഇന്ന് നമുക്കൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ? റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പും കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പായസം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഈ പായസം ഉണ്ടാക്കാൻ. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കുതിർത്തിട്ടുള്ളത്. തിളച്ച വെള്ളത്തിൽ കുതിർത്താൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടിക്കോളും. ഇനി ഗോതമ്പ് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കേണ്ടത്. എന്നിട്ട് ഇതിൽ പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് കേട്ടോ തുറക്കേണ്ടത്. അപ്പോൾ നമ്മൾ പായസമൊക്കെ ആയതുകൊണ്ട് തന്നെ ഗോതമ്പ് നല്ല പോലെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തവി വെച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടോട് കൂടി ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടും ഗോതമ്പ്. ഞാനിപ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പശുവും പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1 ലിറ്റർ പാലാണ് ഈ പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏകദേശം 1 ലിറ്റർ തന്നെ എടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ പാലിലേക്ക് 1 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി ആദ്യം തന്നെ ഈ പാല് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പം നമ്മൾ അടി പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. പാലിവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ കട്ടയായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ ഈ ഗോതമ്പ് നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് വന്നോളും. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള 1 കപ്പ് വെള്ളം വറ്റുന്നത് വരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ ഗോതമ്പും പാലൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അതുപോലെ ഇതിൻ്റെ സൈഡ്സിലൊക്കെ ഉള്ള ഒട്ടി പിടിച്ചതൊക്കെ ഒന്നിങ്ങനെ ഇളക്കി മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമെല്ലാം അപ്പോൾ അവിടെ വറ്റി വന്നിട്ടുണ്ട്, കുറേയൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് 1 കപ്പ് പഞ്ചസാര വരെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഏലക്കാപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ഏലക്ക ചതച്ച് ചേർത്താലും മതി. ഇനിയിപ്പോൾ അധികം മധുരം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്താലും മതി. ഇനി ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ 1 പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. എന്നാൽ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ഒന്ന് കൂടി കിട്ടും. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല കുറുകി വന്നിട്ടുണ്ട് പായസം. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇതിനൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അണ്ടിപ്പരിപ്പ് ഇവിടെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുന്തിരിയൊക്കെ ഇപ്പോൾ നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പായസത്തിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ചൂടോട് കൂടി തന്നെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ 2 രീതിയിൽ പായസം സെർവ് ചെയ്യാം കേട്ടോ. നമുക്ക് ചൂടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് ചൂടോട് കൂടി കുടിക്കുക, പിന്നെ ബാക്കി വരുന്ന പായസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചിട്ട് കുടിക്കുക. അങ്ങനെ കുടിച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേയിൽ പങ്കെടുക്കുന്നവർ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ. എന്നാലേ നിങ്ങളുടെ കമൻറ്റ് ഗിവ് അവേയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്